നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷന് കാത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക്. സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ഈ ഒരു പരീക്ഷ വിജയിച്ച് ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കുന്നത് 14 ജില്ലകളിലെ PSC ഓഫീസിൽ ഇതേ തസ്തികയിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അത് മാത്രമല്ല ഓഡിറ്റ് വിഭാഗമുണ്ട്. ആ ഓഡിറ്റ് വിഭാഗത്തിലേക്കും നിയമനം കൂടുതൽ പോകുന്നത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പോകുന്നത് ഈ ഒരു ലിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം കേരളത്തിലെമ്പാടുമായിട്ട് 60ഓളം ഓഫീസുകൾ ഓഡിറ്റ് വിഭാഗത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ തന്നെയായിരിക്കും നിയമനം എന്ന് ആരും വിഷമിക്കേണ്ടതില്ല. സ്വന്തം ജില്ലയിൽ പോലും നിയമനം സാധ്യമാകുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ. ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ നിർമ്മാണ തൊഴിലാളികളിൽ ഒരാളായിരുന്ന ചട്ടമ്പി സ്വാമി പിന്നീട് ഈ സെക്രട്ടേറിയറ്റിൽ ഗുമസ്തന്റെ ജോലിയും ചെയ്തിരുന്നു. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ചട്ടമ്പി സ്വാമി പണിയെടുത്തതുമാണ്. അപ്പോൾ ഓർക്കുക, പറയാനും കേൾക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു തസ്തികയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് ഉള്ളത്. അത് താണ്ടി വേണം അവിടെ എത്തുവാനായിട്ട്. നമുക്കറിയാം അല്ലെ, നിയമനങ്ങളൊക്കെ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 500 പേരിൽ എത്തിയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ആ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഈ 500 പേരിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായൊരു ദൗത്യമാണ്. കാരണം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും. അതിനുശേഷമായിട്ട് 2 പരീക്ഷകൾ ഉണ്ടാവും അല്ലെ. 2 പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണ്? മെയിൻസ് എന്ന് പേരിട്ടുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. മെയിൻസിന് ഒരു പേപ്പർ 1 ഉണ്ടാവും, പേപ്പർ 2 ഉണ്ടാവും. അങ്ങനെ മൊത്തം 3 പരീക്ഷകൾ അല്ലെ. പ്രിലിമിനറി എന്നൊരു പരീക്ഷ എഴുതുന്നു, പേപ്പർ 1 എന്ന് പറയുന്ന മറ്റൊരു പരീക്ഷ എഴുതുന്നു, പേപ്പർ 2 എന്ന് പറയുന്ന രണ്ടാമത്തെ പരീക്ഷയെ നമ്മൾ എഴുതുന്നു. സ്വാഭാവികമായിട്ടും 2 ഘട്ടം പരീക്ഷകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ആ ഒരു കടമ്പ കൂടി ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ കണക്കാക്കുന്ന ഭാഗ്യ നമ്പർ എന്ന് പറയുന്ന 500 പേരുടെ ഒരു ലിസ്റ്റ് വരിക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ ഭാഗ്യത്തിന്റെ അകമ്പടി മാത്രം പോരാ, നമുക്ക് നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതേപോലെ കാര്യമായ രീതിയിൽ അറിവും സമ്പാദിക്കേണ്ടതുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന മാസം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഡിസംബർ മാസം എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 2024 ഡിസംബറിൽ എപ്പോൾ വേണമെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാം. അതിനുശേഷം ഏകദേശം ഒരു 5 മാസം, മാക്സിമം ഒരു 5 months ആണ് നമ്മൾ കണക്കാക്കുന്നത്. 5 മാസം കഴിയുമ്പോൾ ഇതിന്റെ പരീക്ഷ, പ്രിലിമിനറി പരീക്ഷ വരാം. ചിലപ്പോൾ 2-3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത്. എന്നിരുന്നാലും ഏകദേശം ഒരു സ്കൂൾ അടയ്ക്കുന്ന ആ മധ്യവേനൽ അവധിക്കാലത്ത് തന്നെ ഈ ഒരു പ്രിലിമിനറി പരീക്ഷ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും ഇതിന്റെ ഒരു പ്രിലിമിനറി പരീക്ഷ വരുന്നത്. ഏകദേശം ഒരു മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും വരുന്നത്. ഈ മെയ് ജൂൺ മാസങ്ങളിൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മാസങ്ങൾക്കകം അല്ലെ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ ഇതിന്റെ മെയിൻസ് എന്ന് പറയുന്ന പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നവംബർ മാസത്തിൽ മെയിൻസ് പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെതാണ്. അപ്പോൾ ഈ പറയുന്ന പരീക്ഷ ഇനി ചിലപ്പോൾ ഇന്റർവ്യൂവും കൂടി ഉണ്ടെങ്കിൽ അതിനെയും തരണം ചെയ്യേണ്ടതായിട്ട് വരും. 200 മാർക്കിന്റെ പരീക്ഷയാകുമ്പോൾ 20 മാർക്കോളം ചിലപ്പോൾ ഇന്റർവ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു 40 മാർക്കിന്റെ ഇന്റർവ്യൂ ചിലപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കാര്യം 20% മാർക്കാണ് ഇന്റർവ്യൂവിന് ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് ചുമ്മാ ലാഘവത്തോടു കൂടി പോയി എഴുതുവാൻ സാധിക്കുന്നതല്ല. ഇനി 3-4 വർഷങ്ങളായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും ഈ ഒരു 500 പേരിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെ, ഏത് രീതിയിൽ എത്തണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടുന്നത് കൃത്യമായ ഒരു പ്ലാനാണ് വേണ്ടത്. ആ ഒരു പ്ലാനാണ് നമ്മളിവിടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, 500 പേരിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എത്തിപ്പെടേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് 5 മാസങ്ങൾക്കകം നടക്കുന്ന ആ ഒരു പ്രിലിംസ് എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്, പ്രിലിമിനറി പരീക്ഷ. ആ പ്രിലിമിനറി പരീക്ഷയാണ് ആദ്യമായിട്ട് വിജയിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അപേക്ഷിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 6, 7, 8 ലക്ഷത്തിനകത്ത് ആൾക്കാർ വരും. അപേക്ഷകരുടെ എണ്ണം കൂടിയാൽ 8 ലക്ഷം വരെ വരാം, എണ്ണം കുറഞ്ഞാൽ 6 ലക്ഷം വരെ ആവാം.
ശരാശരി 5 ലക്ഷം പേര് എങ്കിലും കൺഫർമേഷൻ കൊടുത്ത് ഈ ഒരു പരീക്ഷ എഴുതും. അല്ലെ, 5 ലക്ഷം പേരെങ്കിലും ഈ ഒരു കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതും. ഇനി കൂടുതൽ ആളുകളെ കൊണ്ട് ഇന്റർവ്യൂവും അതേപോലെ തന്നെ മെയിൻ പരീക്ഷ രണ്ടും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ പേര് ചിലപ്പോൾ പ്രിലിമിനറി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചാലും പരമാവധി ഒരു 50,000 അല്ലെ, ഒരു 35,000 മുതൽ ഒരു 50,000 വരെയുള്ള ആൾക്കാരെ മാത്രമേ മെയിൻ പരീക്ഷ എഴുതിക്കുകയുള്ളൂ. ആ മെയിൻ പരീക്ഷ എഴുതിച്ച ആളുകളിൽ നിന്ന് പരമാവധി ഒരു 800-700 പേര് ഇന്റർവ്യൂവിന് വിളിക്കാം, എന്നിട്ട് റാങ്ക് പട്ടിക തയ്യാറാക്കാം. ആ റാങ്ക് പട്ടിക വന്നെങ്കിൽ തന്നെയും ആദ്യത്തെ 500-നകത്ത് ഉൾപ്പെടുന്ന ആളുകൾക്കായിരിക്കും നിയമനമുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്, ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോവേണ്ടുന്നത് എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഏറ്റവും ആദ്യം ടാർഗറ്റ് ഇടുന്നത് 5 ലക്ഷത്തിൽ നിന്ന് 50,000 അല്ലെങ്കിൽ ആ 35,000-ൽ ഒരാളായി മാറുക എന്നതാണ് കടമ്പ. അപ്പോൾ ആദ്യം പഠനം കൊടുക്കേണ്ടത്, ആദ്യം കൂടുതൽ പരിശ്രമം നടത്തേണ്ടത് എവിടെയാണ്? കൂടുതൽ പരിശ്രമം നടത്തേണ്ടുന്നത് പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്കാണ്. അല്ലാതെ ഇപ്പോഴേ തന്നെ മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുകയല്ല വേണ്ടത്. കാരണം മെയിൻസിന്റെ സിലബസ് 2 പേപ്പറുകളുണ്ട്, 2ന്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം പ്രിലിമിനറി പരീക്ഷ കടക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമമാണ് നടത്തേണ്ടത്. പോരാത്തതിന് ഈ പറയുന്ന ആ ഒരു 10th ലെവൽ മെയിൻസ് ഒക്കെ, അതായത് LDC പരീക്ഷയൊക്കെ കഴിഞ്ഞതോടുകൂടി പ്രിലിമിനറിയുടെ സിലബസ് തന്നെ പല ആൾക്കാരും പഠിച്ച് പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷ എന്ന് പറയുന്നത് തീ പാറുന്ന പോരാട്ടമാണ്. അപ്പോൾ എങ്ങനെയുള്ള പഠനമായിരിക്കണം ഇവിടെ നടത്തേണ്ടത്? ഇവിടെ നടത്തേണ്ടുന്ന പഠനം എന്ന് പറയുന്നത് നമുക്ക് 5 മാസമാണ് സമയമുള്ളത്. ഈ 5 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 20 ആഴ്ചയാണ് വരുന്നത്. ഈ 20 ആഴ്ച കൊണ്ട് നമുക്ക് കവർ ചെയ്യേണ്ടത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ 20 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ കവർ ചെയ്യണം. ചുമ്മാ കവർ ചെയ്താൽ പോരാ, നമ്മൾ കവർ ചെയ്യുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അവിടെ നമ്മൾ പഠിക്കണം. അതായത് ഓരോ ആഴ്ചയിലും ഏകദേശം ഒരു 10 ടോപ്പിക്ക് നമ്മൾ പഠിച്ച് കവർ ചെയ്യണം. 10 ടോപ്പിക്ക് പഠിച്ച് കവർ ചെയ്യണം. 10 ടോപ്പിക്ക് പഠിച്ച് കവർ ചെയ്യുക മാത്രമല്ല, അതിന്റെ മോഡൽ എക്സാമുകളും നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ 20 ആഴ്ച എന്ന് പറയുമ്പോൾ 10 ടോപ്പിക്ക് ഒരാഴ്ചയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 200 ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യും. ഒരു 200-നും 300-നും ഇടയിലുള്ള ടോപ്പിക്കുകളാണ് പരമാവധി ഈ പറയുന്ന സിലബസിൽ ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നത്. അതിൽ തന്നെ കുറെ ടോപ്പിക്കുകൾ കണക്ട് ചെയ്ത് വരുന്നതായതുകൊണ്ട് ഒരു 20 ആഴ്ച കൊണ്ട് തന്നെ നമുക്കിത് കവർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാഴ്ച നമ്മൾ നോക്കിയാൽ അല്ലെ, ഒരു ആഴ്ച നമ്മൾ കവർ ചെയ്യേണ്ടുന്ന ടോപ്പിക് എത്രയാണ്? 10 ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യണം. കവർ ചെയ്താൽ മാത്രം പോരാ, ഈ 10 ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഡൽ എക്സാം കൃത്യമായിട്ട് എഴുതണം. എത്ര മോഡൽ എക്സാം ആണ്? ഒരെണ്ണം ചടങ്ങിന് എഴുതിയിട്ട് കാര്യമില്ല, മിനിമം ഒരു 4 മോഡൽ എക്സാമുകളെങ്കിലും ഈ ഒരു 10 ടോപ്പിക്കിനെ കുറിച്ച് തയ്യാറാക്കണം. അപ്പോൾ ആ ഒരു 10 ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മിസ്സായ കാര്യങ്ങൾ ഏതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അടുത്ത മോഡൽ എക്സാമിൽ ഇതേ ടോപ്പിക്കിൽ നിന്നല്ല ചോദ്യം വരുന്നത്. അപ്പോൾ ആ മിസ്സായ മേഖല കൂടുതൽ ആഴത്തിൽ പഠനം നടത്തിയിട്ട് വീണ്ടും ഒരു പരീക്ഷ എഴുതുമ്പോൾ അവിടുത്തെ പോരായ്മ നമുക്ക് നിൽക്കാൻ സാധിക്കും. വീണ്ടും മൂന്നാമതും ഈ 10 ടോപ്പിക്കിൽ നിന്നാണ് പരീക്ഷ വരുന്നത്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പോരായ്മ നികത്താൻ സാധിക്കും. 4-മതും ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ ആ മേഖല നമ്മൾ തറവായിട്ട് പഠിച്ചിരിക്കും. ഇങ്ങനെ ഒരു 20 ആഴ്ച നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് നേടാൻ സാധിക്കും. ആ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനും സ്റ്റഡി സ്ട്രാറ്റജിയുമാണത്. അപ്പോൾ ഈ ഒരു പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഒരു ബാച്ച് നമ്മുടെ ഭാസിസ് അക്കാഡമി ആരംഭിക്കുകയാണ്. 2 ബാച്ചുകൾ ഉണ്ടാവും നമുക്ക്. ഒന്ന് ഓഫ്ലൈൻ ബാച്ച്, മറ്റൊന്ന് ഓൺലൈൻ ബാച്ചാണ്. അപ്പോൾ ഓൺലൈൻ ബാച്ചിലും ഓഫ്ലൈൻ ബാച്ചിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാവുന്നതാണ്. ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിൽ ചേർത്തലയിലാണ് ഭാസിസ് അക്കാഡമിയുടെ ഓഫ്ലൈൻ കോഴ്സ് നടക്കുന്നത്. ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ കേരളത്തിൽ എവിടെയുള്ള ആളുകൾക്കും, സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ PSC പരീക്ഷ എഴുതുന്ന ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരാൾക്കും ഓൺലൈൻ കോഴ്സിലൂടെ തന്നെ ഈ വിവരങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈൻ കോഴ്സും നമുക്കുണ്ട്. ഓൺലൈൻ കോഴ്സിന്റെ ഒരു ഫീസ്, പ്രിലിമിനറി കോഴ്സ് ഫീ, നമ്മൾ പറഞ്ഞ പ്രിലിമിനറി കോഴ്സ് ഫീ ആണ് PS ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ബാച്ച്, അതായത് നമ്മൾ ഇവിടെ നൽകുന്നത് വീഡിയോ ക്ലാസ്സുകളുണ്ട്, ഓഡിയോ ക്ലാസ്സുകളുണ്ട്, PDF നോട്ട്സുകളുണ്ട്, മോഡൽ എക്സാമുകളുണ്ട്, ഡിസ്കഷനുകളുണ്ട്, മെന്റർ സെഷനുകളുണ്ട്. ഇപ്പോൾ ഇതര സെഷനുകളൊക്കെ അടങ്ങുന്ന ഏകദേശം 5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോഴ്സ്, ഇതിലേക്ക് നമ്മൾ ടോട്ടൽ നിശ്ചയിച്ചിരിക്കുന്ന കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോഴ്സ് ഫീ ആണ് 1,500 രൂപ മാത്രമാണ് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്.
ഇനി ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നൽകുന്നത് ആഴ്ചയിൽ 5 ദിവസക്കാലത്തുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ഒരു ഫീസ് നിരക്കിലായിരിക്കും നമ്മുടെ ഈ ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ നടത്തപ്പെടുന്നത്. ചേർത്തലയിലായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫാസിസ് അക്കാഡമിയുടെ എൻക്വയറി നടത്തുന്നതിന് വേണ്ടിയിട്ട്, കോഴ്സുകളെ കുറിച്ചുള്ള എൻക്വയറി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഫാസിസ് അക്കാഡമിയുടെ കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ആരായാവുന്നതാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മികച്ച സ്റ്റഡി പ്ലാനുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.